കഴിഞ്ഞ ദിവസം ഒ പിയിലൊരു പേഷ്യൻ്റ് വന്നു. ശക്തമായ നെഞ്ഞുവേദനയാണ്. ഹൃദയം വല്ലാതെ മിടിപ്പ് കൂടുന്നു. എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴത്തേക്ക് തിങ്ങൽ വരുന്നു. നെഞ്ഞിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് കയ്യിലേക്കൊക്കെ തരിപ്പും കടച്ചിലും, വേദന അസഹനീയമായിട്ട് രാത്രിയൊക്കെ എഴുന്നേൽക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ നമുക്കതൊരു അറ്റാക്കായിട്ട് തോന്നാം. അങ്ങനെ അവർ ECG ഒക്കെ എടുത്തിട്ടുണ്ട്. കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു, എക്കോ ഒക്കെ എടുത്തു. പക്ഷേ എല്ലാം നോർമൽ. ഹാർട്ട് റേറ്റ് കുറച്ച് കൂടുതലുണ്ട് എന്നല്ലാതെ അവർ പ്രത്യേകിച്ച് അങ്ങനെ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ വേദന ഗുളിക കഴിച്ചു തുടങ്ങി. തൽക്കാലത്തേക്ക് ആശ്വാസം കിട്ടി. പക്ഷേ ഈ വേദന മാറുന്നില്ല. അങ്ങനെയാണ് നമ്മൾ പ്ലെയിൻ ക്ലിനിക്കിൽ എത്തുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ഹിസ്റ്ററി നോക്കുമ്പോൾ അവർക്ക് കഴുത്തിന് ഓൾറെഡി ഒരു ചെറിയ വേദനയും കടച്ചിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. കഴുത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ സ്റ്റിഫാണ്. പക്ഷെ അതല്ല അവരെ പ്രശ്നം. നെഞ്ഞിൻ്റെ ചെസ്റ്റിൻ്റെ വാൾ പെയിനാണ്. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ തേയ്മാനം കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഴുത്തുനിന്ന് കൈയിലേക്ക് വരുന്ന, ചെസ്റ്റിലേക്ക് വരുന്ന മസിൽസ് സ്റ്റിഫായതാണ്. അപ്പോൾ ഇതിൽ അറ്റാക്ക് ആണെന്നൊക്കെ വിചാരിച്ച് പല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും, അല്ലെങ്കിൽ പാനിക്കായിട്ട്, അതായത് ഒരു ടെൻഷൻ തന്നെയാണല്ലോ അത്. അങ്ങനെയൊക്കെ നിന്നെടുത്തുനിന്ന് നമ്മൾ അതിൻ്റെ ജെൻറ്റലായിട്ടുള്ള എക്സാമിനേഷനും ചില ഫിസിയോതെറാപ്പി ടെക്നിക്സും ഇഞ്ചക്ഷൻസൊക്കെ കൊടുത്തപ്പോൾ പൂർണ്ണമായിട്ട് അത് മാറുകയുണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ നജ്വ, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കാലിക്കറ്റ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? സർവൈക്കൽ സ്പോണ്ടൈലോസിസ് കൊണ്ടുവന്ന വരുന്ന നെഞ്ഞുവേദനയാണോ അതോ ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഇത് വരുന്നത് എന്ന് ആദ്യം തിരിച്ചറിയണം. ഒന്നാമത്തെ ലക്ഷണം, ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ വേദന വരുന്നതെങ്കിൽ മിക്കവാറും ചിലപ്പോൾ എന്തെങ്കിലും മുന്നോടിയായിട്ട് അവർക്ക് നെഞ്ഞെടുപ്പ് കൂടുകയോ ശ്വാസം തിങ്ങുകയോ അല്ലെങ്കിൽ ചെസ്റ്റ് വാൾ ഭയങ്കര ടൈറ്റ് ആവുകയോ വല്ലാതെ വേർത്തൊലിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എങ്കിലും ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളോ ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഷുഗർ അങ്ങനത്തെ എന്തെങ്കിലും കോമോബിലിറ്റീസ് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യണം. പിന്നെ ഇത് വന്നതോടുകൂടി തന്നെ അവർക്ക് വല്ലാതെ വേർത്തൊലിച്ച് കയ്യിലേക്കൊക്കെ റേഡിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ECG ചേഞ്ചസ്, ഡ്രോപ്പ് ഐ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും അറ്റാക്കിൻ്റെ പ്രശ്നങ്ങളായിരിക്കും. കാർഡിയോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. ഇനി ഇതേ സിംറ്റംസ് കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ട് വരുമ്പോൾ കഴുത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള വേദനകൾ ഉണ്ടായിട്ട് നിൽക്കാം. കഴുത്ത് വേദന, കഴുത്തുനിന്ന് കയ്യിലേക്കുള്ള തരിപ്പ്, കഴച്ചിൽ, വിരലുകൾക്കൊക്കെ ഒരു നംനെസ് ഫീൽ ചെയ്യാം. അതുപോലെ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സിന് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഈ പെയിൻ കൂടുന്നത്, അല്ലെങ്കിൽ കഴുത്ത് കുനിച്ചുള്ള ജോലിയാണ് ഇയാൾ എടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ചെസ്റ്റ് പെയിൻ വരുന്നതെങ്കിൽ മിക്കവാറും കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ട് നെഞ്ഞിൻ്റെ വേദന വന്നതായിരിക്കാം. പിന്നെ വേറൊരു ലക്ഷണം, നമ്മളെ ഈ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരാൾ പെട്ടെന്ന് ശ്വാസം മുട്ടിയിട്ട് അല്ലെങ്കിൽ ശ്വാസം തിങ്ങിയിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ മിക്കവാറും അത് ഹാർട്ടിൻ്റെ പ്രശ്നമാവാനാണ് സാധ്യത. സാധാരണഗതിയിൽ ഈ ഒരു ആക്ടിവിറ്റീസിലാണ് ഈ നെഞ്ഞിൻ്റെ വേദന കൂടുന്നതെങ്കിൽ, അത് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കഴുത്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. കഴുത്ത് ഒരുപാട് നേരം, ഇപ്പം ഒരാൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് അങ്ങനത്തെ ഡെസ്ക്ടോപ്പ് ജോബ് ഉള്ള ഒരാളാണെങ്കിൽ അത് സംബന്ധിച്ചാണ് ഈ വേദന കൂടുന്നതെങ്കിൽ മിക്കവാറും അത് കഴുത്തിൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ടെസ്റ്റുകൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഹാർട്ടിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ECG, എക്കോ, TMT പോലത്തെ ടെസ്റ്റുകൾ വഴി നമുക്ക് ഹാർട്ടിൻ്റെ എത്രത്തോളം ഫങ്ഷനിങ് ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ആൻജിയോഗ്രാം എന്തെങ്കിലും ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. കഴുത്തിൻ്റെതാണ് പ്രശ്നമെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ എക്സ്റേ എടുക്കണം. ബേസിക്കലി കഴുത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ MRI എടുക്കണം. അതിലെന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വേർതിരിച്ചറിയുകയും വേണം, അതിനനുസരിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും എടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്? നമുക്കിതിപ്പോൾ കഴുത്തിൽ നിന്നാണ് പെയിൻ വരുന്നതെന്ന് മനസ്സിലാക്കി, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക? പൊതുവെ നമ്മളതാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ പോലെ എക്സ്റേ MRI ഒക്കെ എടുത്ത് നോക്കാറുണ്ട്. മസിൽ വല്ലാതെ തൊടുമ്പം തന്നെ വേദനയുണ്ടെങ്കിൽ മിക്കവാറും അത് കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ടും കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന് പറഞ്ഞ പ്രശ്നം കൊണ്ടും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മസിൽ റിലാക്സ് ചെയ്യാനുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. ചെസ്റ്റ് ഭാഗത്തുള്ള മസിൽ നല്ല സ്ട്രെച്ച് ചെയ്യാനുള്ള ഫിസിയോതെറാപ്പി കാര്യങ്ങളുണ്ട്. അതുപോലെ ഡ്രൈ നീഡ്ലിംഗ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും 2 സിറ്റിങ്സ് കൊണ്ടൊക്കെ കുറഞ്ഞു വരാറുണ്ട്. ഇനി ഈ സ്റ്റേണവും അതുപോലെ ഈ റിബ്സും തമ്മിലുള്ള കണക്ഷനാണ് കോസ്റ്റോ ക്ലാവിക്കുലർ അല്ലെങ്കിൽ കോസ്റ്റോ കോൺട്രൽ ജംഗ്ഷൻസ്. അവിടെ ചില ആൾക്കാർക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവാറുണ്ട്. ഈ കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്, പക്ഷേ അത് സ്പെസിഫിക് പോയിന്റിലുള്ള പെയിൻ ആണെങ്കിൽ മിക്കവാറും അവിടെ ചെറിയ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഞ്ചെക്ഷൻസ് എന്തെങ്കിലും അൾട്രാസൗണ്ട് ഗൈഡഡായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വേറെ തന്നെ ഒരു ചികിത്സയാണ്. പക്ഷേ ഇതിൻ്റെയോടനുബന്ധിച്ച് ചിലർക്ക് വരാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം.
പിന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോളാണ്. അതായത് ഇതിന് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. നമ്മൾ എല്ലാം പറയുന്ന പോലെ തന്നെ ഈ എർഗണോമിക്സ് കറക്റ്റ് ചെയ്യുക. അതായത് ഇരുന്നിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ കണ്ണിൻ്റെ ലെവലും ഡെസ്ക്ടോപ്പിൻ്റെ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ലെവലും ഒരേപോലെ ആവാൻ ശ്രമിക്കുക. ഒരുപാട് നേരം കഴുത്ത് കുനിച്ചിൽ, ഇപ്പോൾ മൊബൈലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴും നമ്മൾ ആ ഒരു 5-10 മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് നേരെ ഇരുന്ന് അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ആ ഒരു പോസ്ചർ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ സ്ട്രെസ് നമുക്കറിയാം, എല്ലാവരും ഓട്ടത്തിലാണ്, പല 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 ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുണ്ടാവും, പല നമ്മളുടെ സക്സസ്സിനനുസരിച്ച് നമുക്കത് അറിയാമല്ലോ, എല്ലാം ഒരു ഫോളോ അപ്പ് വേണ്ടതായിട്ടുള്ളതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓട്ടത്തിനിടയിൽ നമ്മളെ ഹെൽത്ത് നമ്മൾ മറന്നു പോകാതിരിക്കുക. എപ്പോഴും നമ്മളുടെ ഹെൽത്ത് ആദ്യം വെച്ചിട്ട് മാത്രമേ നമ്മളുടെ ബാക്കിയുള്ള ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ സ്ട്രെസ്സ് നമ്മൾ പരമാവധി കുറച്ച് കൊണ്ടുവരിക. സ്ട്രെസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൻ്റർവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടോ എന്നാണ് അടുത്തത്. അതായത് പെയിൻ മെഡിസിൻ എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും പ്രത്യേക ചികിത്സയുണ്ടോ? തീർച്ചയായും ഉണ്ട്. ചെസ്റ്റ് വാൾ പെയിനും അതുപോലെ കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ട് നെഞ്ഞിലേക്ക് വരുന്ന വേദനകളാണെങ്കിൽ നമ്മൾ മസിൽസിൻ്റെ ട്രിഗർ പോയിൻറ്റ് ഇഞ്ചെക്ഷൻസ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളെ ഈ നെഞ്ഞിൻ്റെ ഭാഗത്തുള്ള മസിൽസ് ആണ് പെക്ടറൽ മസിൽസ്. അതിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഈ ലാറ്ററൽ പെക്ടറൽ നർവ് എന്നൊക്കെ പറയുന്ന കുറേ നാഡികളുണ്ട്. ആ നാഡികളുടെ ഹൈഡ്രോഡിസെക്ഷൻ ചെയ്യാൻ പറ്റും. ആ നാഡികൾ അൾട്രാസൗണ്ട് ഗൈഡൻസോട് കണ്ടുപിടിച്ച് ആ ഭാഗത്തെ മസിൽസിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ആ ഒരു ഫേഷ്യൽ ഫ്രിക്ഷനൊക്കെ ഒന്ന് കുറച്ച് അതിൻ്റെ സ്പാസം കുറയ്ക്കാൻ ഈ ഹൈഡ്രോഡിസെക്ഷൻ കൊണ്ട് സാധിക്കും. പിന്നെ മറ്റുള്ള ചികിത്സയാണ് ഡ്രൈ നീഡിൽ, അതായത് അൾട്രാസൗണ്ട് സഹായത്തോടുകൂടി ഈ ഒരു ഭാഗത്തെ മസിൽസ് സ്റ്റിഫ്നെസ് കുറയ്ക്കാനുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ എല്ലാത്തിനും പുറമെ ഇതിനെല്ലാം നമ്മൾ കഴുത്തിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാനുള്ളത് പോസ്ചർ കറക്ഷനും അതുപോലെ തന്നെ നമ്മളുടെ കറക്റ്റായിട്ടുള്ള വ്യായാമങ്ങളും തന്നെയാണ്. അപ്പോൾ വേദന സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.